ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട്. അത് ചിലപ്പോൾ വലുതാകാം, അല്ലെങ്കിൽ ചെറുതുമാകാം. പക്ഷേ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട്. അത് പലപ്പോഴും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. പലപ്പോഴും അതൊരു സ്വപ്നം മാത്രമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ. യുവർ ഡ്രീം വിൽ കം ട്രൂ. ഈ സമയത്തിനുള്ളിൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഒരു സ്വപ്നവും എളുപ്പമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കിട്ടുക എന്നത് വളരെ കഷ്ടപ്പാടാണ്. നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരുപാട് സമയങ്ങൾ വരും. എനിക്ക് ടാലൻ്റ് ഉണ്ടോ? എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളുണ്ടോ? എനിക്ക് ഒരു കാര്യം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? മനസ്സ് മടുത്തു പോകുന്ന മൊമെൻറ്റുകൾ ഉണ്ടാകും. ഒന്നും ചെയ്യാൻ ശക്തി തോന്നാത്ത സമയങ്ങളുണ്ടാകും. ശരിക്ക് എവിടെയെങ്കിലും പോയി ഒന്നിരുന്ന് കരയണം എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകാം. എല്ലായിടത്തും തോറ്റുപോകുന്നു എന്ന തോന്നലുണ്ടാകുന്ന നിമിഷങ്ങളുണ്ടാകാം. ഒരിടത്തും റെസ്പെക്റ്റ് കിട്ടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല. ഡോണ്ട് ഗിവ് അപ്പ് യെറ്റ്. തോറ്റുകൊടുക്കാൻ സമയമായിട്ടില്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണിത്. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കുമുള്ള തോൽവികളാണിത്. പക്ഷേ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത് തോറ്റുപോകാത്തവർ മാത്രമാണ്. കഷ്ടപ്പാടുള്ള സമയങ്ങൾ വരും, പക്ഷേ ആ കഷ്ടപ്പാടുകൾ കഴിഞ്ഞു പോകുന്ന ഒരു സമയവും വരും. അത് കഴിഞ്ഞ് മുൻപിലോട്ട് പോകണം. കാരണം നമ്മളിവിടെ ഭൂമിയിൽ വന്നത് വെറുതെ ജീവിച്ചു മരിക്കാനല്ല, നമ്മളുടെ സ്വപ്നങ്ങൾ നേടാനാണ്. നമ്മളുടെ കഥകൾ പറയുമ്പോൾ അനേകർ ഇൻസ്പയർഡ് ആവണം, അനേകർക്ക് ജീവിക്കാൻ ഊർജം കിട്ടണം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യും, എനിക്ക് ഇതില്ല, എനിക്ക് സാഹചര്യങ്ങളില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല. കംപ്ലൈൻറ്റ് ചെയ്യാനാണെങ്കിൽ ആർക്കും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ആർക്കാണ് ജീവിതത്തിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുള്ളത്? ആർക്കാണ് ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടുള്ളത്? ആർക്കും ഉണ്ടായിട്ടില്ല. സോ സ്റ്റോപ്പ് കംപ്ലൈൻറ്റ്. അതുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുന്നത് നിർത്തിയിട്ട്, പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുമെന്ന് നോക്ക്. ഹൗ ക്യാൻ യു ഡു സംതിങ്? വർക്ക്. അധ്വാനിക്കാൻ തയ്യാറാവുക. ശരിയായിരിക്കാം, ചിലപ്പോൾ ഒരൊറ്റച്ചാട്ടത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തില്ലായിരിക്കാം. പല പല സ്റ്റെപ്പുകൾ കയറേണ്ടി വരുമായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പല ജോലികൾ ചെയ്യേണ്ടി വന്നേക്കാം. പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തേണ്ടി വന്നേക്കാം. യെസ്, യു ഹൗ ടു പുട്ട് ഇൻ ഹാർഡ് വർക്ക്. ബ്രോ, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്താൽ ബാക്കിയുള്ളവർ എന്നെ കളിയാക്കും. ഞാൻ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് എന്താകും? നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവൻ എടുത്തത്, നമ്മൾ ഈ സ്വപ്നം മുഴുവൻ കണ്ടത്, അയാളെങ്ങനെ ചിന്തിക്കും, അവരെങ്ങനെ കാണും എന്നൊന്നും നോക്കാനല്ല. അത് നമ്മുടെ സ്വപ്നമായതുകൊണ്ടാണ്. ഒരിക്കൽ ഒരു തവള മരം കയറാൻ ശ്രമിക്കുകയാണ്. അത് പല പ്രാവശ്യം ചാടി നോക്കി, കയറാൻ പറ്റുന്നില്ല. വീണ്ടും ആഞ്ഞു ചാടി, പറ്റുന്നില്ല. മറ്റുള്ള തവളകൾ ചുറ്റും നിന്ന് പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് പറ്റില്ല, ഒരു തവളയ്ക്ക് മരം കയറാനുള്ള കഴിവില്ല, എന്തിനാണ് സമയം പാഴാക്കുന്നത്? എന്നാൽ ഈ തവള വീണ്ടും വീണ്ടും ചാടി, വീണ്ടും ചാടി. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം, ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ തവള ആ മരത്തിന് മുകളിൽ കയറി. കാരണം ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അതിൻ്റെ ചുറ്റും നിന്ന് പറഞ്ഞ തവളകളുടെ ശബ്ദം അത് കേട്ടില്ല. ആ തവള ആ മരം കയറാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്തു പറയുന്നു എന്ന് വിചാരിച്ചില്ല. ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഡു ഇറ്റ്. അവൻ്റെ ചുറ്റുമുള്ള തവളകൾ കൈകൊട്ടുന്നു, കളിയാക്കുന്നു. പക്ഷേ അവനെ സംബന്ധിച്ച് അതൊരു പ്രോത്സാഹനമായിരുന്നു. എല്ലാവരും ഊർജം കൊടുക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ബാക്കിയുള്ളവർ എങ്ങനെ വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്. നിങ്ങളെങ്ങനെ ചിന്തിക്കും? നിങ്ങളെങ്ങനെ ജഡ്ജ് ചെയ്യും? കാരണം ലോകം എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
നമ്മളുടെ ചുറ്റുമുള്ളവർ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല. നമുക്ക് ആകെ ഒരു കാര്യം മാത്രമാണ് നിർത്താൻ പറ്റുക. അതിൻ്റെ പേരിൽ നമ്മളുടെ സമയം കളയരുത്. അതിലേക്കൊക്കെ നമ്മൾ ഒരിക്കലും ശ്രദ്ധ കൊടുക്കരുത്. നമ്മളുടെ എഫേർട്ടാണ് എല്ലാം മാറ്റുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം മാറ്റുന്നത്. ഓൺലി യുവർ ഡ്രീം ഈസ് യുവർ ഫ്യൂവൽ. നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിനുള്ള ഇന്ധനം. ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ, ഓരോ ദിവസവും ഊർജത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത് ആളിക്കത്തുന്ന നിങ്ങളുടെ സ്വപ്നമാണ്. സോഷ്യൽ മീഡിയ കയറിയിട്ട്, ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് സമയം കളയുന്നത് നിർത്ത്. വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് ചറപറ വീഡിയോ കാണുന്നത് നിർത്ത്. ബിക്കോസ് യു ഗോട്ട് എ ഡ്രീം. അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യേ. പുസ്തകങ്ങൾ വായിക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യേ. ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഡ്രീം. വർക്ക് ഓൺ യുവർ സെൽഫ്. ഡ്രീംസ് ആർ സീഡ്സ്. നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വലിയ വലിയ കമ്പനികളായിരിക്കാം, ചിലപ്പോൾ വലിയ വലിയ നേട്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായിരിക്കാം, ചേഞ്ചസ് ആയിരിക്കാം. ചിലപ്പോൾ നാളെ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറാം. പക്ഷേ അതിനെല്ലാം നിങ്ങൾ കാണുന്ന സ്വപ്നമാണ് ഒരു വിത്തായി നിൽക്കുന്നത്. എല്ലാ മരവും മുളച്ചു വരുന്നത് ഒരു വിത്തിൽ നിന്നാണ്. വിത്ത് ഒരുപാട് ചെറുതാണെങ്കിലും ബട്ട് സീഡ് ഹാസ് പവർഫുൾ പൊട്ടൻഷ്യൽ. ഇഫ് യു ഡ്രീം ഈസ് എ സീഡ്, സ്റ്റാർട്ട് നറിഷിംഗ് ഇറ്റ്. നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഒന്നുമില്ലെങ്കിൽ സാധാ പോലെ ജീവിച്ചു മരിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മളുടെ സ്വപ്നത്തിലെ ഉള്ള ജീവിതം പോലെ ജീവിക്കണം. സ്റ്റോപ്പ് വെയിറ്റിംഗ് ടൈം. Respect your dreams. Put hard work from it.